വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമൊക്കെ UDF തരംഗം എന്ന് തന്നെ പറയേണ്ടി വരും. KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് MLA ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, ആദ്യമായി ഈ വലിയ വിജയത്തിന് താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും മുന്നണിക്കും അഭിനന്ദനങ്ങൾ. എന്തൊക്കെയാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്നാണ് താങ്കൾ കാണുന്നത് ശ്രീ സണ്ണി ജോസഫ്? അഭിനന്ദനങ്ങൾക്ക് പ്രത്യേകം നന്ദി ഉന്മേഷം. ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ ഒന്ന് ഞങ്ങളുടെ കഠിനാധ്വാനമാണ്, ഞങ്ങളുടെ കൂട്ടായ്മയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുന്നണി കക്ഷികൾ എല്ലാവരും ഒരു മനസ്സോടെ ഒരു ലക്ഷ്യബോധത്തോടെ ഞങ്ങളെ രംഗത്തിറങ്ങി കഠിനാധ്വാനം ചെയ്തു. നല്ല നിലയിൽ മുന്നൊരുക്കങ്ങൾ നടത്തി. സീറ്റ് വിഭജനം ഒരു കാലത്തും ഇല്ലാത്ത ഐക്യത്തിൽ പൂർത്തീകരിച്ചു. നല്ല സ്ഥാനാർത്ഥികളെ വാർഡ് തലങ്ങളിൽ തിരഞ്ഞെടുക്കാൻ കമ്മിറ്റികൾക്ക് അധികാരം നൽകി. നേതൃത്വം അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. വാർഡ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ ഏതാണ്ട് 99% സ്ഥലങ്ങളിലും പാലിക്കപ്പെട്ടു. നല്ല പ്രചരണ സംവിധാനങ്ങളെ ഞങ്ങൾ ഒരുക്കി. UDFന്റെ ഒരു കുറ്റപത്രം സർക്കാരിനും ഇന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ LDF ഭരണത്തിനുമെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. നല്ല ഹോംവർക്ക് നടത്തി യാഥാർത്ഥ്യ ബോധത്തോടെയാണത് പ്രിപ്പയർ ചെയ്തത്. അതേപോലെ തന്നെ ഒരു വികസന രേഖ UDFലെ കക്ഷി നേതാക്കന്മാരെല്ലാവരും ആലോചിച്ച് തയ്യാറാക്കിയ ഒരു വികസന അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക ഞങ്ങളത് പബ്ലിഷ് ചെയ്തു. അത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ മിഷൻ 2025 അതിനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് വാർഡ് കമ്മിറ്റികളെ ശാക്തീകരിച്ചു. വാർഡ് കുടുംബ സംഗമങ്ങൾ നടത്തി. പുതിയ വാർഡുകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവിടങ്ങളിൽ പുതിയ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വീടുകളിൽ ഭവന സന്ദർശനം നടത്തി. ലഘുലേഖകൾ വിതരണം ചെയ്തു. ഫണ്ട് കളക്ട് ചെയ്ത് വാർഡ് കമ്മിറ്റികളുടെ ഇലക്ഷൻ പ്രവർത്തനത്തിന് ഞങ്ങൾ സഹായം എന്ന നിലയ്ക്ക് അത് സമാഹരിച്ചു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ നടത്തി. നല്ല സ്ഥാനാർത്ഥികളെ, പിന്നെ നേതാക്കന്മാരെല്ലാവരും, എല്ലാ UDF നേതാക്കന്മാരും, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരും, കേരളത്തിലെ പ്രതിപക്ഷ നേതാവും, KPCC ഭാരവാഹികളും എല്ലാവരും കഴിയുന്നത്ര എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തു. കഴിയുന്ന സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. വലിയ പൊതുയോഗങ്ങളെക്കാൾ കൂടുതൽ കുടുംബയോഗങ്ങളും പ്രവർത്തക യോഗങ്ങളും കൂടുതലായിട്ട് ചേർന്നു. നല്ല വിശദീകരണങ്ങൾ അവർക്ക് മുമ്പിൽ സമർപ്പിച്ചു. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ, പോളിസീസാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ജനങ്ങൾക്കെതിരായിട്ടുള്ള പോളിസീസ്. ഒന്ന്, നമ്മൾ നേരിടുന്ന വലിയ വിലക്കയറ്റമുണ്ട്. അത് നിയമസഭയ്ക്കകത്തും പുറത്തും ചർച്ച ചെയ്ത വിഷയമാണ്. അതിനെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. തൊഴിലില്ലായ്മ കേരളത്തിൽ അതിരൂക്ഷമാണ്. വീടുകളിൽ ചെറുപ്പക്കാരില്ല, ആ വിഷയമുണ്ട്. കാർഷിക മേഖല വലിയ തകർച്ചയിലാണ്. കൃഷിക്കാർ പ്രതിസന്ധിയിലാണ്. തീരദേശ മേഖല വലിയ വറുതിയിലാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പരിഗണിക്കുന്നതിന് പകരം അവഹേളിക്കുകയാണ് ചെയ്തത്. ആ വിഷയങ്ങളെല്ലാം ബാക്കി നിൽക്കുകയാണ്. അക്രമ രാഷ്ട്രീയം ഒരു ഭാഗത്ത്, അഴിമതി, കെടുകാര്യസ്ഥത, ആഭ്യന്തര വകുപ്പിൻ്റെ ദയനീയമായ പരാജയം, ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. പിന്നെ LDFന്റെ തെറ്റായ പ്രചരണങ്ങൾ, അത് ഞങ്ങൾ നന്നായിട്ട് വിശദീകരിച്ചു. കൂട്ടത്തിൽ ശബരിമല വളരെ ഗൗരവത്തിൽ ചർച്ചാ വിഷയമായി. ശബരിമല നമുക്കെല്ലാവർക്കും അറിയാം, കേരളം കണ്ട ഏറ്റവും വലിയൊരു മോഷണമാണ്. സംഘടിത കൊള്ളയാണ്, ലൂട്ടിംഗ് ആണ്, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ്. അത് ഏൽപ്പിക്കാൻ, കാവലിരിക്കാൻ ഏൽപ്പിച്ച ആളുകൾ തന്നെ കള്ളന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ, ആവർത്തിച്ചുള്ള നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഇല്ലായിരുന്നെങ്കിൽ ഇത്ര പേരെയെങ്കിലും പിടിക്കില്ലായിരുന്നു. പിടിച്ചവരിൽ ഇത് അവസാനിക്കുന്നില്ല. മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ കാര്യം കൂടുതൽ ഉന്നതരിലേക്ക് ചോദ്യം ചെയ്യൽ എത്തുമെന്നാണ്. ഹൈക്കോടതിയിലെ ഉത്തരവിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്, കൂടുതൽ ഉന്നതർ ഇനിയും പ്രതികളാകേണ്ടതുണ്ട്. പക്ഷെ അവരിലേക്ക് ബോധപൂർവ്വം ഇത് എത്തിച്ചില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നീട്ടാൻ CPMന് അവരുടെ വകുപ്പാണെന്നുള്ളത് കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട്. ഹൈക്കോടതി ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ടൊക്കെ അവർ സംരക്ഷിക്കപ്പെടുകയാണ്. ആ കളവ് മുതലുകൾ, എത്ര സ്വർണം പോയി, എവിടെ കൊണ്ടുപോയി, സാധാരണ ഒരു കളവ് കേസിലായാൽ പോലും തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. ആ കളവ് മുതലുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എവിടെ വിറ്റു, ആർക്ക് വിറ്റു, എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, ആർക്കും അറിയില്ല. കൂടുതൽ ആളുകളെ പിടിച്ചിട്ടില്ല. ശബരിമലയിൽ വിശ്വാസവും വലിയ ചോദ്യം ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മളൊരു ആരാധനാലയത്തിൽ പോകുന്നത്, അവിടുത്തെ വിഗ്രഹം അല്ലെങ്കിൽ അവിടുത്തെ രൂപം, അവിടുത്തെ ആരാധന
നടത്തുന്ന സ്ഥലം അതിൻ്റെ പവിത്രത വെച്ചുകൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.